ഹലോ ഗൈസ്, സോ ഞാൻ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് പ്രഗ്നൻസി എനിക്ക് ഒത്തിരി ഹെയർ ലോസ് ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ കുറേ വീഡിയോസ് ആ സമയത്ത് പോകുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റണ്ണിങ് ഓൾ ഓവർ ദ ഇൻ്റർനെറ്റ്. റോസ്മേരി ചില ഐറ്റംസും ഒക്കെ ചേർത്ത് നമുക്ക് കുറച്ചൊക്കെ ഹോം പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഹെയർ കെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. സോ അങ്ങനെ ഞാനും ട്രൈ ചെയ്തു. ആൻഡ് ബിലീവ് മി ഗൈസ്, ഇറ്റ്സ് ഓസം. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ 2 months ഓഫ് മൈ പ്രഗ്നൻസി. ഒത്തിരി ഹെയർ സ്റ്റാൻഡ്സ് എനിക്ക് എല്ലായിടത്തു നിന്നും പെറുക്കാനുള്ള സമയമുള്ളായിരുന്നു. എൻ്റെ ഹെയർ ലൈൻ ഫുൾ എംറ്റി ആയിരുന്നു. സോ ഞാനിത് ഇങ്ങനെ മെറ്റർണിറ്റി ലീവാണല്ലോ, കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് നമുക്കും കുറച്ച് റെസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഈ സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കിട്ടുന്ന സമയമൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആണ് ഈ വീഡിയോ ഒന്ന് പോപ്പപ്പ് ആയത് എൻ്റെ ഫ്രണ്ടിൽ. ആൻഡ് ഐ ട്രൈഡ് ഇറ്റ്. ഞാനൊരു എന്താ പറയുക, കുറേ നാൾ ഞാൻ ഒന്നും എണ്ണ പുരട്ടാൻ എനിക്ക് അലർജിയാണ്. സോ ഞാൻ വിചാരിച്ച എണ്ണയൊക്കെ പുരട്ടി നമ്മൾ എണ്ണ കാച്ചി കരിയാപ്പിലയൊക്കെ ഇട്ട് എണ്ണ കാച്ചി നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അതും ഞാൻ ചെയ്തു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹെൽപ്പ് മീ. ഉൾട്ട എനിക്ക് പല്ലിയും ജലദോഷവും ഒക്കെ പിടിക്കാൻ തുടങ്ങി. എനിക്ക് എണ്ണയോട് ഭയങ്കര അലർജിയാണ്. സോ അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്താലോ, എന്തായാലും എല്ലാം പ്രൊഡക്റ്റും നമ്മൾ യൂസ് ചെയ്ത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സാധനം ഞാൻ വീട്ടിൽ വെച്ച് ട്രൈ ചെയ്തു. ഐ ട്രൈഡ് ഇറ്റ് ഫോർ ഓൾമോസ്റ്റ് 2-3 months ആൻഡ് ദ റിസൾട്ട്സ് ആർ ഹിയർ. എനിക്ക് ഈ കാണുന്ന എല്ലാം കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നത് ആഫ്റ്റർ ഈ സാധനം ഈ ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. സോ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഞാൻ കാണിക്കാം ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ആൻഡ് യൂസ് ചെയ്തിട്ട് ഷാംപൂ ഒക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹെയർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും കാണിക്കാം. സോ ഇതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു 2 tablespoon ഓഫ് റോസ്മേരി. നമുക്ക് റോസ്മേരി വെളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നാട്ടിലാണെങ്കിലും ഡ്രൈഡ് റോസ്മേരി മേടിക്കാൻ കിട്ടും. ഞാനിത് കാനഡയിലായതുകൊണ്ട് ബൾക്ക് ബാമിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. സോ ദേ ഹാഡ് ദിസ് ഫ്രഷ് വൺസ്. ഇത് നല്ല മണമുണ്ട് ഇതിന്. ഇറ്റ് വിൽ ഓൾസോ ഗിവ് യുവർ ഹെയർ സോ മച്ച് സൂതിങ് സ്മെൽ. So rosemary, and everyone knows that this is the healthiest product for our hair. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഈ സാധനത്തിനെ കലോഞ്ചി എന്നാണ് പറയുന്നത്. എനിക്ക് ഹിന്ദിയിലേ അറിയുള്ളൂ. ഇതിൻ്റെ മലയാളത്തിലെ പേര് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് എഴുതി പറയാം. സോ ഇത് കലോഞ്ചിയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ ഇറ്റ്. ഇതൊരു ബ്ലാക്ക് കളറിൻ്റെ ഐറ്റമാണ്. സോ ഇത് ഹെയർ കെയറിന് വേണ്ടി ഒത്തിരി പ്രൊഡക്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് കലോഞ്ചി. ആൻഡ് ദെൻ നമ്മുടെ എല്ലാവരുടെയും വീട്ടുകളിൽ കാണുന്ന ഒരു സാധനമാണ് ക്ലൗസ് ആൻഡ് ഉലുവ. ഇതിനകത്ത് ഞാൻ ഒരു സാധനം ആഡ് ചെയ്തിട്ടില്ല. ഇന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കരിയാപ്പില ഉണ്ടെങ്കിൽ കറി ലീവ്സ് അതില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യില്ല. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂടെ, ഇത് 2 tablespoon, ഇത് 1 tablespoon, ഇത് ഒരു 10 to 15 cloves ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് വൺ ഓൾസോ a pinch, not a pinch, maybe half tablespoon ഓഫ് ഉലുവ. സോ ഫെനിഗ്രീക്ക് സീഡ്സ്, ഇതെല്ലാം കൂടെ പ്ലസ് കരിയാപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് നമ്മൾ ഇതിനെ ബോയിൽ ചെയ്യുവാണ്. സോ ഞാൻ ആദ്യമേ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഞാനിത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിനെ ബോയിൽ ചെയ്തിട്ടുണ്ട്. സോ once it's boiled, it will kind of look like this. നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ഇതിനെ തിളപ്പിച്ചു. അതിൻ്റെ സത്ത് മൊത്തം ഇറക്കി. ആൻഡ് ഇറ്റ് വിൽ കൈൻഡ് ഓഫ് ലുക്ക് ലൈക്ക് ദിസ്. So once it's boiled, it will kind of look like this. ഈ വെള്ളമാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു കണ്ടെയ്നറിൽ, ഒരു ചെറിയ സ്പ്രേ ബോട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരാഴ്ച നമുക്ക് വെക്കാം. We can store it for 1 week in the fridge, and you can spray it over the head, over the hairline where you feel the hair loss is more, and then massage it, and you can leave it or you can wash it within 1 hour. So that's how I've been using it since after my pregnancy കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി എനിക്ക് നല്ലതായിട്ട് ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർ ലൈൻ മൊത്തം വിസിബിൾ ആയിരുന്നു. ഐ മീൻ ഇറ്റ്സ് ഓൾ ഗോൺ, നോട്ട് വിസിബിൾ, ഇറ്റ്സ് ഓൾ ഗോൺ. സോ ആ ലൈൻ മൊത്തം കാണുന്നില്ലായിരുന്നു. അലോപീഷ്യ വന്ന് തുടങ്ങിയെന്നൊക്കെയുള്ള ഒരു വിചാരമായിരുന്നു എനിക്ക്. ബട്ട് നൗ since after I started using this, it's almost now 2 months.
2 months ആയി എനിക്ക് നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഹെയറിൽ ഞാൻ കാണിക്കാം. എൻ്റെ ഹെയറിൽ ഭയങ്കരമായിട്ട് കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി ഹെയറുകൾ വന്നു. ആൻഡ് മൈ ഹെയർ ലൈൻ ഈസ് ബാക്ക്. സോ ഐ ആം സോ ഹാപ്പി വിത്ത് ദിസ് പ്രൊഡക്റ്റ്. In case you want to try it, just try it, give it a try one time, and then if you feel that it's, I think ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒത്തിരി റീൽസ് ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചപ്പോഴാണ് ഒരു റീൽ ഞാൻ എവിടുന്നോ കണ്ടു. ആൻഡ് ഐ ട്രൈഡ് ഇറ്റ് ആൻഡ് ഐ ഫെൽറ്റ് ദിസ് ഇസ് മച്ച് ബെറ്റർ. കരിയാപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കരിയാപ്പില ഇസ് സോ ഹെൽത്തി ഫോർ യുവർ ഹെയർ. റോസ്മേരി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. കലോഞ്ചി ഓൾസോ വി നോ ദാറ്റ് ഇറ്റ്സ് ബീൻ യൂസ്ഡ് ഇൻ സോ മെനി ഹെയർ പ്രൊഡക്ട്സ്. സോ വീട്ടിലുണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വെളിയിൽ നിന്ന് കെമിക്കലൊക്കെ മിക്സ് ആയി ഉള്ള സാധനങ്ങൾ മേടിക്കുന്നതിലും നല്ലത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരാഴ്ചക്കൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ അങ്ങനെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയുക. സോ നമ്മൾ ബോയിൽ ചെയ്ത സാധനത്തിനകത്ത് എൻഡ് റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ അതെല്ലാം ഊറ്റി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് താഴെ വെച്ചു. ആ എൻഡ് റിസൾട്ടിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി നമ്മൾ ഹെയർ കെയറിന് വേണ്ടി ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ ഫുള്ള് ഷാംപൂ ഇട്ട് കഴുകുക. ഷാംപൂ ഇട്ട് കഴുകിയില്ലെങ്കിലും നിങ്ങൾ ജോലിക്ക് പോകുന്നില്ല, അല്ല എങ്ങും പോകുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ യു ക്യാൻ ലീവ് ഇറ്റ് ഫോർ ലൈക്ക് വിതൗട്ട് ഷാംപൂയിങ് ആസ് വെൽ. ദർ ഇസ് നോ ഹാം ഇൻ ദെയർ. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് ഓൾ ക്ലീൻ ഫ്രം യുവർ ഹെയർ. സോ അങ്ങനെ ഈ പ്രൊഡക്റ്റ് സാധാരണ ആൾക്കാർ അങ്ങ് കളയാറുണ്ട്. ബട്ട് ഐ ഹൈലി റെക്കമെൻഡ് ടു ജസ്റ്റ് ഗ്രൈൻഡ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്. സോ നമ്മളിപ്പോൾ ഇത് കണ്ടെയ്നറിനകത്ത് നിറച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ആൻഡ് ബാക്കിയുള്ളത് നമ്മളിന്ന് തലയിൽ പുരട്ടാൻ പോവാം. സോ ഇപ്പം നമ്മുടെ ഈ ഒരു ഇതുപോലത്തെ 3 സ്പ്രേ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണ്. ആൻഡ് ബാക്കിയുള്ളത് നമ്മൾ തലയിലും പുരട്ടുക. ഗൈസ് അങ്ങനെ ഞാൻ പുരട്ടിയിട്ട് വന്നു. കെട്ടിവെക്കാൻ പാടില്ല, ഞാൻ തുറന്നിടും. ബട്ട് റൈറ്റ് നൗ ജസ്റ്റ് ടു ഷോ യു ഗൈസ്. സോ ദീസ് ആർ ദ ടൈനി ഹെയർസ് വിച്ച് ഗ്രീw within 2 months of using this. So അങ്ങനെ അമ്മമ്മോ വരുമോ അമ്മമ്മോ? സോ ഇത് കുറച്ചുകൂടെ ഉള്ളിലോട്ടുണ്ടായിരുന്നു. സോ ഒത്തിരി വന്നിട്ടുണ്ട്. അമ്മ വരുക. മോമോച്ച് സമ്മതിക്കത്തില്ല, വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അവൻ എപ്പോഴും സംസാരിക്കും. I highly recommend this hair mask and നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറയുക. ചിലർക്ക് പിടിക്കുമായിരിക്കും, ചിലർക്ക് പിടിക്കത്തില്ലായിരിക്കും. ഇഫ് യു ആർ അലർജിക് ടു എനി ഓഫ് ദീസ് കണ്ടൻറ്റ്സ് പ്ലീസ് ഹോൾഡ് ഓഫ്, യൂസ് ചെയ്യേണ്ട. ബട്ട് ഐ ഗെസ് ദിസ് ഇസ് ഓൾ നാച്ചുറൽ തിങ്സ്. സോ വീട്ടിലുണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് യൂസ് ചെയ്തിട്ട് പറയുക. പിന്നെ ഞാനിത് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രോപ്പർലി. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഈ കോയർ പോലത്തെ മുടിയാണ്. സോ വൺസ് യു ഡു ദ ഷാംപൂയിങ്, he is not calling me, he is just disturbing me. So once you do the shampooing, എൻ്റെ മുടി ഇങ്ങനെ പറന്ന് കിടക്കുന്നതാണ്. So I'll after washing I'll show you guys how it looks. And മുടിക്ക് not only for the hair growth, മുടിയും സോഫ്റ്റ് ആക്കും. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്ത് ജസ്റ്റ് പേസ്റ്റ് ആയിട്ട്, അതാകുമ്പോൾ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഫ്ലാക്സ് സീഡ് കട്ടിയാവും ഓവർ ദ ടൈം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഇട്ട് ബോയിൽ ചെയ്ത് മാസ്ക് ആയിട്ട് നമുക്ക് പറ്റാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ബിക്കോസ് അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതങ്ങ് കട്ടിയായിപ്പോൾ പിന്നെ നമ്മൾ വളർന്നിരിക്കും, നമുക്കത് യൂസ് ചെയ്യാൻ തോന്നത്തില്ല. സോ വൺസ് യു ബോയിൽ ഇറ്റ് വിത്ത് ദ ഫ്ലാക്സ് സീഡ്, apply it right away and then wash it off. അത് നമുക്ക് സ്പ്രേ അടിച്ച് വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ല അതും വെച്ചുകൊണ്ട്. സോ ഫ്ലാക്സ് സീഡ് ആണെങ്കിൽ ഹെയർ നല്ല ഷൈനി ആവും. ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു എ സ്മൂത്ത് ടെക്സ്ചർ. ഹെയർ ഭയങ്കര സോഫ്റ്റ് ആവും. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് ബാക്കി വന്നത് ഞാൻ ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് സ്പ്രേ ബോട്ടിലല്ല എൻ്റെ കയ്യിൽ. സോ ഇതുപോലത്തെ ചെറിയൊരു കണ്ടെയ്നറിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ കൊച്ചു പിള്ളേരുടെ തലയിലും ഞാൻ എൻ്റെ മോളുടെ തലയിൽ പറ്റാറുണ്ട്. ആൻഡ് ഇവൾക്കും ഉണ്ടായിരുന്നു ഹെയർ ഫോൾസ്. ഇടയ്ക്ക് ഈ സമ്മർ ടൈം കഴിഞ്ഞ് വിൻ്ററിലേക്ക് മാറുമ്പോൾ സ്പ്രിംഗ് സീസണൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹെയർ ഫോൾസ് നടക്കും. അപ്പം കൊച്ചു പിള്ളേരുടെ മുടിയിലും അങ്ങനെ വരും. അപ്പം വീക്ക്ലി വൺസ് സമ്മതിക്കത്തില്ല, സമ്മതിച്ചാൽ വീക്ക്ലി വൺസ് ഞാൻ പറ്റാറുള്ളൂ. നോട്ട് ലൈക്ക് എവറി ഡേ ഫോർ മീ, ഹൗ ഐ ഡു ഇറ്റ് ഫോർ മീ. മോമോച്ചിന് പിന്നെ പറ്റാം കേട്ടോ. ഇടയ്ക്ക് ചേട്ടനോടും പറയും ഞാൻ. സോ
mostly near the hairline, and full hair ഞാൻ പറ്റാറില്ല. ഓൺലി ഉച്ചിയിൽ എന്താ പറയുന്നത് ഫോളിക്കിൾസ് ആ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറ്റാറുള്ളൂ. ഫുൾ ഹെയറിനകത്ത് പറ്റണമെങ്കിൽ പറ്റാം, ബട്ട് this will suffice. Yes, you guys try it and you guys tell me, and I'll show you how it looks after the hair wash. Okay, so guys, മുടിയൊക്കെ നമ്മൾ ഇന്ന് ഷാംപൂ ഇട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തിട്ടാണ് ഇപ്പം മുടി ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഹെയർ ലൈനൊക്കെ നിങ്ങൾക്ക് കാണാം. ഹെയർ ഫോൾ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പം ചെറിയ മുടികൾ ഫുള്ള് വന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ ആസ് വെൽ. സോ ഈ ഏരിയ ഒന്നും മുടിയൊന്നും ഇല്ലായിരുന്നു. I don't have any pictures. I haven't taken any pictures because I was so sad at that time. So this is really beneficial to whoever has hair loss post pregnancy. And you can see ഇവിടെ നടക്കുന്നതൊക്കെ ഒത്തിരി മുടി പോയിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം വന്നിട്ടുണ്ട്. സോ യാ, ഈ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ 2 മാസം ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്നും പറ്റുമായിരുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട്, ഐ ഡോണ്ട് സ്കിപ്പ്, ഐ ജസ്റ്റ് സ്പ്രേ ഇറ്റ് എവറി ഡേ ആൻഡ് ലീവ് ഇറ്റ്. ഐ ഡോണ്ട് വാഷ് ഇറ്റ് റൈറ്റ് അവേ. ജോലിക്ക് പോവുകയാണെങ്കിലും വെളുപ്പിനെ മുടി ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ച് വെച്ചിട്ടാണ് ഞാൻ മുടി കെട്ടാറുള്ളത്. ആൻഡ് ഞാൻ കെട്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. ഇതാണ് എൻ്റെ ലൈക്ക് without straightening or without curling, this is how my hair looks after it dries, after shampooing. എണ്ണ ഞാൻ സംടൈംസ് മന്ത്ലി വൺസേ ഞാൻ പറ്റാറുള്ളൂ. എനിക്ക് കോക്കനട്ട് ഓയിൽ ഓർ എനിക്ക് അലർജിയാണ്, എനിക്ക് ജലദോഷം പിടിക്കും. സോ ഐ ഡോണ്ട് ഈവൻ ഓയിൽ മൈ ഹെയർ ദാറ്റ് മച്ച്, ബട്ട് ഐ ഡു വൺസ് ഇൻ എ മന്ത് ഓർ സോ. ബട്ട് അതർവൈസ് ഞാൻ എപ്പം മുടി കഴുകിയാലും ഞാൻ ഷാംപൂ ചെയ്യും. ബിക്കോസ് മുടി കഴുകുന്ന ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഞാൻ കഴുകുന്നത്. ആഴ്ചയിൽ 2-3 ദിവസമാണ് ഞാൻ കഴുകുന്നത്. അതല്ലാതെ അങ്ങനെ എന്നും കഴുകാറുമില്ല. ആൻഡ് യാ, ഇറ്റ് വാസ് ലെങ്തി. ഐ ഡിഡ് കട്ട് ഷോർട്ട് ഇറ്റ്. പ്രീവിയസ്ലി എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പഴയ മുടി ഇറ്റ് വാസ് ലെങ്തി, സോ ഐ ക്യാൻ പുട്ട് ഇറ്റ് ഓൺ ദ സൈഡ്. ബട്ട് യാ, ദിസ് മെത്തേഡ് I hope you guys should try it and let me know if it works for you. And yeah, so okay, bye.